കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് ഉദാഹരണമായിരിക്കൂ, ആലോചകരായിട്ടല്ല. ഒരു നദിക്കരയിൽ രണ്ട് ഞണ്ടുകൾ സുഹൃത്തുക്കളായിരുന്നു. അവർ കൂടെ കൂടെ തമ്മിൽ കണ്ട് കുറേ നേരം സംസാരിക്കും. ഒരു ദിവസം അതിലൊരു ഞണ്ട് നദിയിലേക്ക് നോക്കി നടക്കാൻ തുടങ്ങി. നമുക്കെല്ലാവർക്കും അറിയാലോ, ഞണ്ട് നേരെ നടക്കില്ല, ചെരിഞ്ഞേ നടക്കുകയുള്ളൂ. ഈ ഞണ്ടും നദിയെ നോക്കി ചെരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അതിനെ കണ്ടിട്ട് അതിന്റെ സുഹൃത്ത് ചിരിച്ചുകൊണ്ടേ പറഞ്ഞു, ഹോ, നീ എന്താ ചെയ്യുന്ന സുഹൃത്തേ? നദിയിലേക്ക് നിന്നെ കൊണ്ട് നേരെ നടന്നു പോവാൻ പറ്റില്ലേ? എന്താ ചെരിഞ്ഞുകൊണ്ട് നേരെ നടക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നിനക്കറിയില്ലേ? തന്റെ സുഹൃത്തിന്റെ ആലോചന കേട്ട ഞണ്ടു പറഞ്ഞു, ഹോ, അങ്ങനെയോ? നീ പറയുന്നത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നീ അതുപോലെ നടന്നു കാണിച്ചാൽ ഞാൻ നിന്നെ പോലെ തന്നെ ചെയ്തു നോക്കാം. ആദ്യത്തെ ഞണ്ട് തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ട് നദിയിലേക്ക് നേരെ നടക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അതും ഞണ്ടായത് കാരണം അതിനെ കൊണ്ടും നേരെ നടക്കാൻ പറ്റിയില്ല. അതും ചെരിഞ്ഞു തന്നെയാണ് നടന്ന് നദിക്ക് പോയത്. ഇത് കണ്ടുകൊണ്ടിരുന്ന രണ്ടാമത്തെ ഞണ്ടു പറഞ്ഞു, നോക്കിയോ, മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യുന്നത് എത്ര എളുപ്പമാണ്. പക്ഷേ നീ പറയുന്നത് മറ്റുള്ളവർ ചെയ്യണമെങ്കിൽ നീ അത് ചെയ്തു കാണിക്കൂ. വെറും ആലോചന മാത്രം നീ നൽകരുത്. ഈ കഥയുടെ സന്ദേശം എന്തെന്നാൽ, മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്തു കാണിക്കണം. വെറും ഉപദേശം മാത്രം നൽകിയാൽ മതിയാവില്ല.